ശിരൂരിൽ തിരച്ചിൽ നിർണായക ഘട്ടത്തിലാണ്. ഇന്ന് കൂടുതൽ വസ്തുക്കൾ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായി 4 ടയറുകൾ കിട്ടി. എന്നാൽ അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്നത് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. നേരത്തെ കിട്ടിയ കയർ, അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളൊക്കെ കിട്ടുന്നു. കൂടാതെ ക്രാഷ് ഗാർഡ് ഇത് അർജുൻ്റെ ലോറിയുടേതാണ് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഐബോർഡ് ഇന്നില്ല, പക്ഷേ ആ സിഗ്നലുകൾ ലഭിച്ച ഇടമൊക്കെ കൃത്യമായി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. CP1-ലും CP4-ലുമായുള്ള പരിശോധന, അതിൽ തന്നെ ഏറ്റവും ശക്തമായ സിഗ്നൽ ഉള്ളത് CP4-ലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ മേഖലയിലൊക്കെയുള്ള പരിശോധനയിൽ കുറച്ചുകൂടി നിർണായകമായ വിവരങ്ങൾ കിട്ടും എന്നതാണ് അദ്ദേഹത്തിൻ്റെയും ശുഭപ്രതീക്ഷ. ഞങ്ങളുടെ പ്രതിനിധികൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായുണ്ട്. അരുൺ പൂപ്പറമ്പയിലേക്കാണ്. ഇനി അരുൺ, ഇതിലിപ്പോൾ ഈ CP4 കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം എന്നത് പറയുമ്പോഴും അവിടെയുള്ള മൺകൂമ്പാരം ഒരു പ്രതിസന്ധിയാണ്. അത് മാറ്റുന്ന പ്രക്രിയ ഇപ്പോൾ നടക്കുന്നുണ്ടോ? അത് അനായാസം മാറ്റാൻ ഈ ഡ്രഡ്ജറിന് കഴിയുന്നുണ്ടോ? അനുജ, നിലവിൽ ഇപ്പോൾ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തന്നെയാണ് ആ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ, ആ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയും അവിടെ തന്നെയായിരുന്നു നടന്നത്. ചില ലോഹഭാഗങ്ങൾ, അതായത് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് ചിലത് അർജുൻ്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ 4 ടയറുകൾ കണ്ടെത്തിയത്. പക്ഷേ ആ ടയറുകൾ അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് ആ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇപ്പോഴും ഡ്രഡ്ജിങ് തുടരുകയാണ്. രാവിലെ മുതൽ അവർ അല്പസമയം ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തതിനപ്പുറത്തേക്ക് ഇടവേളകളില്ലാതെ തന്നെയാണ് ഡ്രഡ്ജിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ആ നാവികസേന അടയാളപ്പെടുത്തിയ ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ തെരച്ചിൽ നടത്തുന്നത്. അല്പസമയം മുമ്പാണ് റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രപാൽ ഇവിടെ എത്തിയത്. അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതായത് CP1 അതോടൊപ്പം തന്നെ CP4 ഈ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അത് സ്ട്രോങ് പോയിന്റുകളാണ്. അവിടെയാണ് ഇതിൻ്റെ കൂടുതൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത്തരം മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ ഈ ഐബോർഡ് ഡ്രോണിലൂടെ കണ്ടെത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ആ ഇടങ്ങൾ കൃത്യമായി ഈ ഡ്രഡ്ജിങ് നടത്തുന്നവർക്ക് പറഞ്ഞു കൊടുക്കും. അവിടെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകും. അദ്ദേഹം ആദ്യം ഇപ്പോൾ കരയിൽ നിന്ന് കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം അല്പസമയത്തിനകം ആ ഒരു ബോട്ടിൽ ആ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായി അങ്ങോട്ട് പോകും. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഐബോർഡ് ഡ്രോൺ പരിശോധന, അത്തരത്തിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകൾ എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തിയാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്. ആ പോയിന്റുകൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക, കൃത്യമായ സ്പോട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ നമ്മൾ കണ്ടതാണ്, കൃത്യമായ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചല്ല തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഇന്ന് നാവികസേന എത്തി ആ ഒരു പ്രൈം പോയിന്റ് പറഞ്ഞു കൊടുക്കുകയും അവിടെ തെരച്ചിൽ നടത്തുകയും ചെയ്തപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും തേടുന്നത് അർജുൻ്റെ ലോറിയുടെ ക്യാബിനാണ്. ആ ക്യാബിൻ്റെ ഭാഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ചില ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്നതിനപ്പുറത്തേക്ക് ആ രീതിയിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നിലവിലിപ്പോൾ ഈ നാവികസേന അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ അവർക്ക് മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കൂടുതൽ ഡൈവിങ്ങിന് ആവശ്യമായി ഇതിൻ്റെ പുഴക്കടിത്തട്ടിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഡീപ്പ് ഡൈവിംഗ് നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. മണ്ണ് നീക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടേറിയതാണ്. ഇതിൽ മണ്ണ് നീക്കുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. ഡ്രഡ്ജിങ് നടക്കുകയാണ്. മണ്ണ് നീക്കുക എന്നുള്ളത് തന്നെയാണ്. വലിയ മൺകൂമ്പാരം, മൺകൂനകൾ ഈ പുഴയ്ക്കടിയിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ തരത്തിലേക്കൊക്കെയുള്ള പ്രക്രിയകൾ അവിടെ പുരോഗമിക്കുകയാണ്.